ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സാത്താൻ്റെ തന്ത്രങ്ങൾ. 2 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായം 11-ാം വാക്യം. സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. സാത്താൻ്റെ തന്ത്രങ്ങൾ. സാത്താന് തന്ത്രങ്ങളുണ്ട്. ആ തന്ത്രങ്ങളിൽ കുടുങ്ങി പലരും ജീവിതത്തിൽ നരകയാതനകൾ അനുഭവിക്കുന്നു. അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. അവൻ്റെ തന്ത്രങ്ങളെ ജയിക്കണം. സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. പൗലോസ് അത് പറയുമ്പോൾ പൗലോസ് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളതിനാൽ സാത്താൻ കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ കഴിയും. സാത്താൻ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ എതിരാളി എന്നാണ്. അവൻ ദൈവജനത്തിൻ്റെ എതിരാളിയാകുന്നു, മനുഷ്യരുടെ എതിരാളിയാകുന്നു. ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യരുടെയും എതിരാളിയാണ് സാത്താൻ. പലരെയും അവൻ കൂട്ടുപിടിച്ചിരിക്കുകയാണെങ്കിൽ പോലും അവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അവരോട് സ്നേഹമുണ്ടായിട്ടല്ല, അവരെ തകർക്കാൻ വേണ്ടിയാണ്. ആത്യന്തികമായിട്ട് അവരെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സാത്താൻ പലരെയും കൂട്ടുപിടിച്ചിരിക്കുന്നത്. മാത്രമല്ല, യേശുക്രിസ്തുവിൽ ഒരാൾ വിശ്വസിക്കുന്നതോടുകൂടെ ആ വ്യക്തി സാത്താൻ്റെ പ്രഥമ എതിരാളിയായി തീരുകയാണ്, ഏറ്റവും വലിയ ശത്രുവായി തീരുകയാണ്. ആ പേരിൻ്റെ അർത്ഥം, സാത്താൻ എന്ന പേരിൻ്റെ അർത്ഥം അഡ്വേഴ്സറി, ഒപ്പോണൻ്റ്, എതിരാളി. മറ്റൊരു പേരാണ് ഡെവിൾ. ഡയബിലോസ് എന്ന വാക്കിൽ നിന്നാണ് പിശാച് എന്ന ആ പേര് വരുന്നത്. ആ പേരിൻ്റെ അർത്ഥം അക്യൂസർ, കുറ്റം ആരോപിക്കുന്നവൻ, ഡിഫെയിമർ, അപകീർത്തിക്കാരൻ, സ്ലാൻഡറർ, പരദൂഷകൻ. പിശാചാരാണ്? കുറ്റം ആരോപിക്കുന്നവനാകുന്നു. പിശാചാരാണ്? അപകീർത്തിപ്പെടുത്തുന്നവനാകുന്നു, അപകീർത്തി കൊണ്ടുവരുന്നവനാകുന്നു. പിശാചാരാണ്? പരദൂഷകനാകുന്നു. ഈ പ്രകൃതങ്ങളെല്ലാം പിശാചിലുണ്ട്. ഒരിക്കലും പിശാചിനെ ലൂസിഫർ എന്ന് വിളിക്കരുത്. ഒരിക്കൽ അവൻ ലൈറ്റ് ബിയററായിരുന്നു, വെളിച്ചത്തെ വഹിക്കുന്നവനെന്നാണ് ലൂസിഫർ എന്ന പേരിൻ്റെ അർത്ഥം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇംഗ്ലീഷ് ബൈബിളിൽ 1 പ്രാവശ്യം മാത്രമാണ് ലൂസിഫർ എന്ന പേര് വരുന്നത്. എന്നാൽ പിശാച് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഭൂമിയിലുള്ള സകല മനുഷ്യരെ കൊണ്ടും തന്നെ ലൂസിഫർ എന്ന് വിളിപ്പിക്കുവാൻ വേണ്ടിയാണ് അവൻ ഇഷ്ടപ്പെടുന്നത്. ലൂസിഫർ എന്ന് വിളിക്കുകയാണെങ്കിൽ മനുഷ്യരെ അറിയാതെ അവനെ വിളിക്കുന്നത് ലൈറ്റ് ബെയറർ എന്നാകുന്നു, പ്രകാശത്തെ വഹിക്കുന്നവൻ എന്നാകുന്നു. അവൻ ഇന്ന് പ്രകാശത്തെ വഹിക്കുന്നില്ല. ഒരിക്കൽ ഇവൻ പ്രകാശത്തെ വഹിച്ചിരുന്നു. സൃഷ്ടിക്കപ്പെട്ട ഒരു ദൂതനായിരുന്നു ലൂസിഫർ. ലൂസിഫർ ഒരു സമയത്ത് പ്രകാശത്തെ വഹിച്ചിരുന്നു. അവൻ ജ്ഞാനപൂർണനായിരുന്നു. ഒരു നിലയിൽ പറയുകയാണെങ്കിൽ പല മേഖലയിലും അവൻ പെർഫെക്റ്റ് ആയിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ മത്സരിയായി തീർന്നപ്പോൾ, തൻ്റെ ഹൃദയത്തിൽ നിഗളമുണ്ടായി, ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ മത്സരിയായി തീർന്നപ്പോൾ, ദൈവത്തോട് എതിർത്തപ്പോൾ, ആ റിബല്യൻ്റെ പരിണിത ഫലമായി, പ്രൈഡ് ആൻഡ് റിബല്യൻ, അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് അവൻ തേജസ്സിൽ നിന്ന് വീണുപോയത്, വെളിച്ചത്തിൽ നിന്ന് വീണുപോയത്. അന്നു മുതൽ അവൻ ഇരുട്ടിനെ വഹിക്കുന്നവനാകുന്നു. ഇരുട്ടിനെ വഹിക്കുന്നവനാകുന്നതിനാൽ അവൻ്റെ പേര് പിശാചെന്നാണ്, സാത്താൻ എന്നാണ്. സാത്താൻ എന്ന പേരിൻ്റെ അർത്ഥം എതിരാളി. പിശാച് എന്ന പേരിൻ്റെ അർത്ഥം കുറ്റമാരോപിക്കുന്നവൻ, അപകീർത്തിപ്പെടുത്തുന്നവൻ, പരദൂഷകൻ. അവൻ പരദൂഷകനാകുന്നു, അവൻ എതിരാളിയാകുന്നു, അവൻ കുറ്റമാരോപിക്കുന്നവനാകുന്നു, അവൻ അപകീർത്തിപ്പെടുത്തുന്നവനാകുന്നു. ഈ പ്രകൃതമൊക്കെ മനുഷ്യരിൽ വെളിപ്പെടുകയാണെങ്കിൽ ഉറപ്പിക്കണം, അതിൻ്റെ പിന്നിൽ പിശാചുണ്ട്. പിശാചില്ലാതെ ഇന്ന് ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ പാപം ചെയ്യുവാൻ കഴിയുകയില്ല. പിശാചില്ലാതെ, പിശാചിൻ്റെ സഹായം കൂടാതെ ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുവാൻ കഴിയുകയില്ല.
പിശാച് ഇല്ലാതെ ഒരു വ്യക്തിക്ക് പരദൂഷകനായി തീരുവാൻ കഴിയുകയില്ല. ഈ പ്രകൃതങ്ങളൊന്നും നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കരുത്. ഇതൊന്നും വഹിച്ചുകൊണ്ട് നടക്കുവാൻ വേണ്ടിയുള്ളവരല്ല നമ്മൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ പ്രകൃതമാണ് നമ്മിലൂടെ വെളിപ്പെടേണ്ടത്. ചതിയനാകുന്ന പിശാചിൻ്റെ പല പേരുകൾ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു. വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകുമ്പോൾ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ 4 പേരുകളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ, പിശാച് സാത്താൻ മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാർ. അപ്പോൾ അവൻ്റെ ദൂതന്മാരെന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. അവനൊപ്പം നിൽക്കുന്ന ദുരാത്മ സംഘം, ഡീമൺസ്, അവരെവിടെ വിളിച്ചിരിക്കുന്ന അവൻ്റെ ദൂതന്മാരെയും അവനോട് കൂടെ തള്ളിക്കളഞ്ഞു. 4 പേരുകൾ അവിടെ കാണുവാൻ കഴിയുന്നു. പിശാച്, സാത്താൻ, മഹാസർപ്പം, പഴയ പാമ്പ്. ഇവൻ പണ്ട് ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ ഒരു മെല്ലിച്ച പാമ്പെന്ന് നമുക്ക് വേണമെങ്കിൽ വിശദീകരിക്കുവാൻ കഴിയും. എന്നാൽ പിന്നീട് അവൻ മഹാസർപ്പമായി തീർന്നിരിക്കുന്നു. എങ്ങനെയാണ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ, 6000 വർഷങ്ങൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 4000-6000 വർഷങ്ങൾ കഴിയുമ്പോൾ ഇവനെ മഹാസർപ്പമായി തീരുന്നത് എങ്ങനെയാണ്? മനുഷ്യരുടെ ആരാധന തിന്നാണ് ഇവൻ മഹാസർപ്പമായി തീർന്നത്. മനുഷ്യൻ അറിയാതെ പിശാചിനെ ആരാധിക്കുന്നു. മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. 10-ാമത്തെ വാക്യം. അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദി. അവിടെ മറ്റൊരു പേരൂടെ കാണാൻ കഴിയുന്നു. 5-ാമത്തെ പേര് അപവാദി. പിശാച്, സാത്താൻ, പഴയ പാമ്പ്, മഹാസർപ്പം, അപവാദി. അവൻ അപവാദിയാകുന്നു. വീണ്ടും നമുക്ക് 1 പത്രോസിൻ്റെ ലേഖനം 5-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്. അവിടെ മറ്റൊരു പേരൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. പിശാചിന് പ്രതിയോഗി എന്ന് വിളിച്ചിരിക്കുന്നു. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. പ്രതിയോഗി എന്ന ഒരു പേരവിടെ കാണുവാൻ കഴിയുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ പോകുമ്പോൾ 4-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 1-ാം വാക്യം 3-ാം വാക്യം, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. 3-ാം വാക്യം, അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്. മറ്റൊരു പേര് പരീക്ഷകൻ. പിശാച്, സാത്താൻ, പഴയ പാമ്പ്, മഹാസർപ്പം, പ്രതിയോഗി. ഇവിടെ പറഞ്ഞിരിക്കുന്ന പേര് പരീക്ഷകൻ. അവൻ പരീക്ഷകനാകുന്നു. എതിരാളിയാകുന്ന പിശാച് അവൻ പരീക്ഷകനാകുന്നു. മനുഷ്യരെ പരീക്ഷകൾക്ക് വിധേയമാക്കി, ടെംപ്റ്റേഷൻസിന് വിധേയമാക്കി. അവിടെ പരീക്ഷ എന്ന വാക്കിനെക്കാട്ടിലും പ്രലോഭനങ്ങൾ, ടെംപ്റ്റേഷൻസ്, മനുഷ്യരുടെ മുൻപിൽ പ്രലോഭനങ്ങൾ കൊണ്ടുവരും. ആ പ്രലോഭനങ്ങൾ കൊണ്ടുവന്ന് അവൻ മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കും. പാപം ചെയ്തു കഴിഞ്ഞാൽ അവന് ഒരിടം ലഭിക്കും. പാപം ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അവനൊരു പ്ലേസ് ലഭിക്കുന്നു. അത് മുഖാന്തരമായിട്ട് വീണ്ടും അതേ പാപം തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ അവന് വീണ്ടും പ്രലോഭിപ്പിക്കുവാൻ കഴിയും. അങ്ങനെ ആവർത്തിച്ച് പ്രലോഭിപ്പിച്ച് ടെംപ്റ്റ് ചെയ്ത് മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിച്ച് മനുഷ്യരെ അതിൻ്റെ അടിമയാക്കുക എന്നതാണ് ഇവൻ്റെ ഉദ്ദേശം. ആ പാപത്തിൻ്റെ അടിമയാകുക എന്ന് പറയുമ്പോൾ പിശാചിന് അടിമയാകുക എന്നതാണ്. പാപം യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, പുതിയ നിയമത്തിൽ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് പൗലോസിൻ്റെ ലേഖനങ്ങളിൽ, പാപം ഒരു ക്രിയയായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്, നാമമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വേർബായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്, നൗണായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഭാഷാ പാണ്ഡിത്യമുള്ളവർ പഠനം നടത്തിയപ്പോൾ കണ്ടെത്തിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ചും റോമാലേഖനത്തിൽ പാപം പലയിടങ്ങളിലും ക്രിയയായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്, നൗണായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പാപം ഈസ് ഈക്വൽ ടു പിശാച്. പിശാചിനെ കൂടാതെ ആർക്കും പാപം ചെയ്യാൻ കഴിയത്തില്ല.
അത് ഞാൻ അടിവരയിട്ട് പറയുന്നു. പിശാചിനെ കൂടാതെ ആർക്കും പാപം ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ പരീക്ഷകനാകുന്ന അവൻ മനുഷ്യരെ പ്രലോഭിപ്പിച്ച് പാപം ചെയ്യിപ്പിച്ച് പാപത്തിന് അടിമയാക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പിശാചിന് മനുഷ്യർ അടിമയായി തീരുന്നു. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 8-ാമത്തെ അധ്യായം 44-ാമത്തെ വാക്യത്തിൽ അവിടെ അവനെ ഭോഷ്കിൻ്റെ അപ്പനെന്ന് വിളിച്ചിരിക്കുകയാണ്. അവൻ ആരാകുന്നു? ഭോഷ്കിൻ്റെ അപ്പനാകുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. ഫാദർ ഓഫ് ലൈസ്. ഭോഷ്കിൻ്റെ അപ്പനാകുന്നു. എല്ലാ കള്ളങ്ങളും പിശാചിൽ നിന്നാണ് പുറപ്പെടുന്നത്. സകല കള്ളങ്ങളും പിശാചിൽ നിന്നാകുന്നു പുറപ്പെടുന്നത്. അവൻ ഭോഷ്ക് പറയുന്നവനാണ്. അവൻ മനുഷ്യരെ കൊണ്ട് ഭോഷ്ക് പറയിപ്പിക്കുന്നവനാകുന്നു. ഭോഷ്ക് ഒരു വ്യക്തിയിൽ പ്രകടമാകുമ്പോൾ ഓർത്തുകൊള്ളണം, പിശാച് അവിടെയുണ്ട്. പിശാചിനെ കൂടാതെ ആ വ്യക്തിക്ക് ഭോഷ്ക് പറയുവാൻ കഴിയുകയില്ല. അവൻ ഭോഷ്ക് പറയുന്നവനും ഭോഷ്ക് പറയുന്ന ആ ഭോഷ്കിൻ്റെ അപ്പനുമാകുന്നു. ഭോഷ്കിൻ്റെ അപ്പനുമാകുന്നു. വീണ്ടും 8-ാമത്തെ അധ്യായത്തിൽ തന്നെ യോഹന്നാൻ 8-ൽ അവിടെ ഇദ്ദേഹത്തെ കൊലപാതകൻ എന്ന് വിളിച്ചിട്ടുണ്ട്. 44-ാമത്തെ വാക്കിൽ നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. മർഡറർ. പിശാച് ആരാണ്? മർഡറർ. എൻ്റെ ഈ പ്രകൃതങ്ങളെല്ലാം മനസ്സിലാക്കി അവനെ എതിർക്കുവാൻ തയ്യാറാകണം. അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. അവൻ്റെ തന്ത്രങ്ങൾ അവൻ്റെ പേരിൽ തന്നെ വെളിപ്പെട്ടു വരികയാണ്. ഓരോ തന്ത്രങ്ങൾ, അവൻ്റെ തന്ത്രങ്ങൾ പേരിൽ തന്നെ വെളിപ്പെട്ടു വരുന്നു. സാത്താൻ എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? എതിരാളി. അപ്പോൾ ആ പേരിൽ തന്നെ അവൻ്റെ തന്ത്രങ്ങൾ എതിർപ്പ് എന്നുള്ള തന്ത്രം അവിടെ വെളിപ്പെട്ടു വരികയാണ്. ആ പേരിൽ തന്നെ അവൻ്റെ തന്ത്രം വെളിപ്പെട്ടു വരികയാണ്. പിശാച് എന്ന പേരിൻ്റെ അർത്ഥം പരദൂഷകൻ. ആ പേരിൽ തന്നെ അവൻ്റെ ഒരു തന്ത്രമാണ് മനുഷ്യരെ കൊണ്ട് പരദൂഷണം പറയിപ്പിക്കുക. പിശാച് എന്ന പേരിൻ്റെ അർത്ഥം അപകീർത്തിപ്പെടുത്തുന്നവൻ. അപ്പോൾ അപകീർത്തി, ഡീഫെയിം ചെയ്യുന്ന കാര്യങ്ങൾ പ്രകടമാകുന്നു. അത് അവൻ്റെ തന്ത്രമാകുന്നു. മനുഷ്യരെ കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. പിശാച് എന്ന പേരിൻ്റെ മറ്റൊരു അർത്ഥം എന്താണ്? കുറ്റമാരോപിക്കുന്നവൻ. കുറ്റം പറയുക. നാട്ടുകാരെക്കുറിച്ച് കുറ്റം പറയുന്നു, പാസ്റ്റർമാരെക്കുറിച്ച് കുറ്റം പറയുന്നു. നീ കൂടെ കുറ്റം പറയുന്ന വ്യക്തിയാകുന്നുവെങ്കിൽ പിശാചിൻ്റെ ഒരു തന്ത്രത്തിൽ നീ വീണിരിക്കുകയാണ്. രക്ഷപ്പെടണം. മറ്റൊന്നാണ്, അവന് പ്രതിയോഗിയാകുന്നു. എല്ലാ കാര്യങ്ങളിലും അവൻ മനുഷ്യർക്ക് പ്രതിയോഗിയാകുന്നു. വേറൊരു പേരിൻ്റെ അർത്ഥം നമുക്ക് വെളിപ്പാട് പുസ്തകം 12-ൽ കാണാൻ കഴിയുന്നത്, 12-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്ന മറ്റൊരു പേരാണ്, അവന് സഹോദരന്മാരെ രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദി. അപ്പോൾ അവൻ്റെ ഈ തന്ത്രങ്ങൾ, ഇവൻ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. മനുഷ്യരെ ചതിക്കുവാൻ വേണ്ടി, മനുഷ്യരെ അപവാദികളാക്കുക, മനുഷ്യരെ കുറ്റം ആരോപിക്കുന്നവർ ആക്കി തീർക്കുക. ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. പിന്നെ ഭോഷ്ക് പറയുന്നു, പ്രലോഭിപ്പിക്കുന്നു. ഈ പ്രലോഭനം മനുഷ്യരിലൂടെയും വെളിപ്പെടും. മനുഷ്യർ പറയുന്നു, കുടിക്ക്, അല്പം കൂടെ കുടിക്ക്. നിന്നെ കുടിക്കുവാൻ വേണ്ടി, മദ്യപിപ്പിക്കുവാൻ വേണ്ടി പ്രലോഭിപ്പിക്കുന്നു. ആ പ്രലോഭനം നിന്നിൽ വെളിപ്പെടുമ്പോൾ അവൻ്റെ തന്ത്രത്തിൽ നീ കുടുങ്ങുകയാണ്. ഭോഷ്ക് നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്നു. അവൻ്റെ തന്ത്രത്തിൽ നീ കുടുങ്ങുകയാണ്. അവനൊരു മർഡറാകുന്നു. അവനൊരു കൊലപാതകനാകുന്നു. മറ്റൊരു പേര് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. ലോകത്തിൻ്റെ പ്രഭു, പ്രിൻസ് ഓഫ് ദിസ് വേൾഡ്. ലോകത്തിൻ്റെ പ്രഭു. 14-ാം അധ്യായം 30-ാം വാക്യത്തിലും അത് കാണാൻ കഴിയുന്നുണ്ട്. ലോകത്തിൻ്റെ പ്രഭു. അവൻ ആരാണ്? ലോകത്തിൻ്റെ പ്രഭു. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിലും കാണാൻ കഴിയുന്നുണ്ട്. ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും. ലോകത്തിൻ്റെ പ്രഭു, പ്രിൻസ് ഓഫ് ദിസ് വേൾഡ്. അവൻ ഈ ലോകത്തിൻ്റെ പ്രഭുവാകുന്നു. മറ്റൊരു പേര് 2 കൊരിന്ത്യർ അതിൻ്റെ 4-ാമത്തെ അധ്യായം
4-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നു, ഈ ലോകത്തിൻ്റെ ദൈവം, ഗാഡ് ഓഫ് ദിസ് ഏജ്, ഈ ലോകത്തിൻ്റെ ദൈവം. ഇങ്ങനെയുള്ള വിവിധ പേരുകളിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തെ ആ പ്രകൃതങ്ങളിലൂടെ മനസ്സിലാക്കി, അദ്ദേഹത്തിൻ്റെ പ്രകൃതങ്ങൾ വെളിപ്പെടുമ്പോൾ, ഈ പിശാചിൻ്റെ പ്രകൃതങ്ങൾ വെളിപ്പെടുമ്പോൾ അതിനെ എതിർക്കുവാനും അത്തരത്തിലുള്ള പൈശാചിക ശക്തികളെ പുറത്താക്കുവാനും വേണ്ടിയാണ് ദൈവം നമ്മെ അധികാരപ്പെടുത്തിയിരിക്കുന്നത്. അവൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പഠിക്കുകയാണ് എങ്കിൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആരംഭമായിട്ട് അവിടുന്ന് ദൂതസംഘത്തെ സൃഷ്ടിച്ചു. ആത്മലോകത്തെ അവിടുന്ന് സൃഷ്ടിക്കുകയാണ്. ആത്മലോകത്തെ സൃഷ്ടിച്ചപ്പോൾ ബില്യൺസ് ഓഫ് ഏഞ്ചൽസിനെ ദൈവം സൃഷ്ടിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ, പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000-ഉം 1000 1000-ഉമായിരുന്നു. എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തതുപോലെ ദൂതന്മാരാണ്. ഇതേ ആശയം തന്നെ നമുക്ക് വിവിധ വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തനം 68:17 കാണുവാൻ കഴിയുന്നു. എബ്രായ ലേഖനം 12:22 കാണുവാൻ കഴിയുന്നു. അങ്ങനെ വിവിധ വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നു. ദൂതന്മാരുടെ എണ്ണം നമുക്ക് തിട്ടപ്പെടുത്തുവാൻ കഴിയുകയില്ല. ന്യൂമറസ് ആയിട്ട്, എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയുന്നതിനപ്പുറമായിട്ട് ദൈവം ആത്മലോകത്തെ സൃഷ്ടിച്ചു, ദൂതന്മാരെ സൃഷ്ടിച്ചു. അങ്ങനെ ആ ദൂതസംഘങ്ങൾ വിവിധ സംഘങ്ങളുണ്ടായിരുന്നു. പ്രധാന ദൂതന്മാരുണ്ടായിരുന്നു, സെറാഫീംസ് ഉണ്ടായിരുന്നു, അവിടെ കെരൂബുകളുണ്ടായിരുന്നു. അങ്ങനെ വിവിധ ദൂതസംഘങ്ങളുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, പിശാചായി തീർന്ന ദൂതൻ അയാളൊരു കെരൂബായിരുന്നു എന്ന് നമുക്ക് ആ ഭാഗത്തു നിന്ന് വായിക്കുവാൻ കഴിയുന്നുണ്ട്. അയാളൊരു കെരൂബായിരുന്നു. അയാൾ കെരൂബായിരുന്ന ആ ദൂതനിലാകുന്നു നിഗളം പ്രവേശിച്ച് അയാൾ പാപം ചെയ്യുന്നതോടുകൂടെ അയാളുടെ ഒപ്പം 1/3 വിഭാഗം ദൂതന്മാർ അയാളോടൊപ്പം ചേർന്നു എന്ന ഒരു ചെറിയ ആശയം നമുക്ക് വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. 12-ാം അധ്യായം 4-ാം വാക്യത്തിൽ, അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഇവിടെ നക്ഷത്രങ്ങൾ ദൂതന്മാരുടെ ഒരു സിംബലാകുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ അതിൻ്റെ 1-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നു. നക്ഷത്രം എന്ന് പറയുമ്പോൾ ദൂതന്മാരെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ദൂതന്മാരുടെ ഒരു സിംബലാകുന്നു, ഒരു അടയാളമാകുന്നു നക്ഷത്രമെന്ന് പറയുന്നത്, ഒരു ചിഹ്നമാകുന്നു നക്ഷത്രമെന്ന് പറയുന്നത്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നക്ഷത്രങ്ങളിൽ 1/3. അപ്പോൾ ദൂതന്മാരിൽ 1/3 ഇയാളുടെ പക്ഷം ചേർന്നു എന്ന് വിശ്വസിക്കുവാൻ കഴിയും. ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3, ആ 1/3 അതിൻ്റെ വാൽ, ഈ പ്രധാന പുള്ളിയുടെ വാൽ, അല്ലെങ്കിൽ ആ വാലെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പാമ്പിനെ കുറിച്ചാണ് പറയുന്നത്. പാമ്പിൻ്റെ വാലാണ് ഈ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞത്. വീണുപോയ ആ ദൂതൻ തൻ്റെ വാലെന്ന് പറയുമ്പോൾ, വാലെന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 9-ാമത്തെ അധ്യായത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ, ഒരു വിശദീകരണം കാണാൻ കഴിയുന്നുണ്ട്. 15-ാമത്തെ വാക്യത്തിൽ, മൂപ്പനും മാന്യപുരുഷനും തന്നെ തല, അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ. അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ. ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ ഡിസപ്ഷൻ എന്ന ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ 1/3 വിഭാഗം ആളുകളെ തെറ്റിച്ച് കളഞ്ഞത്. 1/3 വിഭാഗം ആളുകളെ തെറ്റിച്ച് കളയുവാൻ വേണ്ടി, 1/3 ദൂതന്മാരെ തെറ്റിച്ച് കളയുവാൻ വേണ്ടി ഇയാൾ ഉപയോഗിച്ച ആയുധമെന്ന് പറയുന്നത് അസത്യം, ഡിസപ്ഷൻ. അതുപയോഗിച്ച് ചതിച്ചു കളഞ്ഞു. ഈ 1/3 വിഭാഗം ദൂതന്മാരെ ചതിച്ചു കളഞ്ഞു. ആ ചതിവിൽപ്പെട്ടവരാണ് ഇയാളോടൊപ്പം വീണുപോയത്. അവർ
ഒരുമിച്ച് ചേരുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു സംവിധാനമായ ഒരു രാജ്യം തന്നെ ഉണ്ടെന്നാണ് യേശു മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. പഴയ നിയമത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പഴയ നിയമത്തിൽ സാത്താനെക്കുറിച്ചുള്ള വിശദമാകുന്ന പഠനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. സാത്താനെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ പരിമിതമാകുന്നു പഴയ നിയമത്തിൽ. സാത്താൻ എന്ന പേര് തന്നെ വരുന്നത്, ഡെവൽ, പിശാച് എന്ന പേര് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. സാത്താൻ എന്ന പേര് വരുന്നത് 1 ദിനവൃത്താന്തം 21-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലും ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഒരു 4-5 പ്രാവശ്യം, എനിക്കൊന്ന് 6-7 പ്രാവശ്യം വരുന്നുണ്ട്. പിന്നീട് സെക്രിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 2 പ്രാവശ്യവും. അങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ച് ചേർക്കുകയാണെങ്കിൽ, ഇയ്യോബിൻ്റെ പുസ്തകം ഒഴിവാക്കുകയാണെങ്കിൽ, ഇയ്യോബിൻ്റെ പുസ്തകം മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള 38 പുസ്തകങ്ങളിൽ നിന്ന് പിശാചിൻ്റെ പേര് നമുക്ക് കാണാൻ കഴിയുന്നില്ല. സാത്താൻ എന്ന പേര് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 39 പുസ്തകങ്ങളിൽ 3 പ്രാവശ്യം മാത്രമേ സാത്താൻ്റെ പേര് വരുന്നുള്ളൂ. ഇയ്യോബിൻ്റെ പുസ്തകം മാറ്റി നിർത്തുകയാണെങ്കിൽ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഒരു പക്ഷെങ്കിൽ ഒരു 6 പ്രാവശ്യം 7 പ്രാവശ്യം സാത്താൻ എന്ന പേര് വരുന്നുണ്ട്. അല്ല എങ്കിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ 1 പ്രാവശ്യവും സെക്രിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 2 പ്രാവശ്യവും മാത്രമേ സാത്താൻ എന്ന പേര് വരുന്നുള്ളൂ. 2 രാജ്യങ്ങൾ എന്നുള്ള ആ ഒരു പഠിപ്പിക്കൽ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയുന്നില്ല. ഡുവൽ കിങ്ഡം എന്നുള്ള പഠിപ്പിക്കൽ പഴയ നിയമത്തിൽ കാണാൻ കഴിയുന്നില്ല. ഒരു രാജ്യമെന്നാണ്. സാത്താനോടൊന്ന് വരുന്നു, ദൈവത്തിൽ നിന്ന് വരുന്നു, തിന്മയോടൊന്ന് വരുന്നു, ദൈവത്തിൽ നിന്ന് വരുന്നു, നന്മയോടൊന്ന് വരുന്നു, ദൈവത്തിൽ നിന്ന് വരുന്നു. അങ്ങനെയുള്ള ഒരു വിശദീകരണമാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ആ നിലയിലുള്ള, എഴുത്തുകാർക്ക് ആ നിലയിലുള്ളൊരു വെളിപ്പാടാണ് പഴയ നിയമത്തിൽ ലഭിച്ചിരുന്നത്. ഇയാൾക്കൊരു രാജ്യമുണ്ട്, പിശാചിനൊരു രാജ്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് കർത്താവാകുന്ന യേശു ക്രിസ്തുവാണ്. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിലാണ് യേശു അത് വിശദീകരിക്കുന്നത്. 26-ാമത്തെ വാക്യത്തിൽ, ഒരു പട്ടണമോ ഗൃഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ നിലനിൽക്കുകയില്ല. സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയല്ലോ, പിന്നെ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? കേട്ട യഹൂദന്മാരുടെ അവരുടെ ചിന്താഗതി ആകെ മാറ്റുന്നൊരു കാര്യമാണ് കർത്താവ് വിളിച്ചു പറയുന്നത്. അവർക്ക് അങ്ങനൊരു ചിന്താഗതി അതുവരെ ഇല്ല. പിശാചിനൊരു രാജ്യമുണ്ട് എന്നുള്ളത് അവരറിഞ്ഞിരുന്നില്ല. ഇവിടെ യേശു ആദ്യമായിട്ട് പറയുകയാണ്, പിശാചിന് ഒരു രാജ്യമുണ്ട്, അവർക്ക് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സംവിധാനമുണ്ട്, ആസൂത്രിതമാകുന്ന ക്രമമുള്ള ഒരു സംവിധാനം അവർക്കുണ്ട്. ആ സംവിധാനത്തെക്കുറിച്ചുള്ള വെളിപ്പാടാണ് പൗലോസിന് എഫേസ്യ ലേഖനത്തിൽ ലഭിക്കുന്നത്. എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അത് വിശദീകരിക്കുന്നുണ്ട്. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്, എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം, ഈ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടെയല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. അപ്പം ആ സംവിധാനത്തിൻ്റെ ക്രമം നിങ്ങൾ ശ്രദ്ധിക്കുക. വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് അവനുള്ളത്. അതിനെ തിരിച്ചറിയണം. അവനെ തകർക്കണമെന്നുണ്ടെങ്കിൽ അവൻ പ്രവർത്തിക്കുന്ന രീതികളെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. യേശു അത് വ്യക്തമാക്കി, മത്തായിയുടെ സുവിശേഷത്തിൽ വ്യക്തമാക്കി. ഇവർ തമ്മിൽ ഡിസ്യൂണിറ്റി ഇല്ല, അനൈക്യതയില്ല, പിശാചുക്കൾ തമ്മിൽ അടിയില്ല. ഒരു പട്ടണം തന്നിൽ തന്നെ ചിത്രിച്ചാൽ നിലനിൽക്കുമോ? ഇല്ല. അപ്പം പിശാചിനോട് ഫൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ദുരാത്മാക്കൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ പിന്നെ നിൽക്കത്തില്ല, അവരുടെ രാജ്യം പിന്നെ നിലനിൽക്കത്തില്ല. അവർക്ക് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു സംവിധാനമുണ്ട്, ഒരു വലിയ ക്രമീകരിക്കപ്പെട്ട ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൻ്റെ ഒരു ചെറിയ ചിത്രമാണ് ഇവിടെ കാണുന്നത്. വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകൾ, ഇങ്ങനെയുള്ള ഒരു സംവിധാനമാണ് നിൻ്റെ പുരോഗതിയെ എതിർക്കുന്നത്. നീ ആത്മാവിൽ ജീവിക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ, നിൻ്റെ പ്രാർത്ഥനാ ജീവിതം സജീവമായെങ്കിൽ മാത്രമേ ഈ മേഖലയെ കീഴ്പ്പെടുത്തി നിനക്ക് മുന്നേറുവാൻ കഴിയുകയുള്ളൂ. സാരമില്ല, എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചേക്കാമെന്ന് തീരുമാനിക്കരുത്. ഞാൻ ഈ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശദീകരിക്കുന്നതായിരിക്കും. ഇത് വളരെ ഗൗരവമായി ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാകുന്നു. രക്ഷിക്കപ്പെട്ട അനേകം ദൈവമക്കൾ പിശാചിൻ്റെ ചതിയിൽ പെട്ടുപോയിരിക്കുകയാണ്.
പിശാചിൻ്റെ പല സ്വഭാവങ്ങളും അവരിൽ പ്രകടമാകുകയാണ്. പിശാച് അവരെ വഞ്ചിച്ചിരിക്കുകയാണ്. അഭിഷേകം പ്രാപിച്ച നിങ്ങൾ പിശാചിന് ഒരു ഭീഷണിയായി തീരേണ്ടവരാകുന്നു. എല്ലാ പിശാചുകളെയും പുറത്താക്കുവാൻ വേണ്ടി പൂർണ്ണ അധികാരം കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. നിങ്ങളെങ്ങനെയാണ് ചതിക്കപ്പെട്ടു പോയത്? പിശാചിൻ്റെ സ്വഭാവങ്ങൾ എങ്ങനെയാണ് നിങ്ങളിൽ പ്രകടമാകുന്നത്? അവൻ നിങ്ങളെ കൊണ്ട് പാപം ചെയ്ത് നിങ്ങളുടെ തലേക്കറിയിരിക്കുകയാണ്, നിങ്ങളെ അടിമയാക്കിയിരിക്കുകയാണ്. അതിനെ പൊട്ടിക്കണം, അതിനെ തകർക്കണം, അതിനെ ഇല്ലാതെയാക്കണം. നിന്നെ എതിർക്കുന്ന പിശാചിനെ തകർക്കുവാൻ വേണ്ടി മാത്രമല്ല ദൈവം നിന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കുവാൻ, വേറെ ആരെങ്കിലും എതിരാളിയുടെ എതിർപ്പുകളെ നേരിടുന്നത് മുഖാന്തരമായിട്ട് ജീവിതത്തിൽ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയെ സഹായിക്കുവാൻ ദൈവം നിന്നെ അധികാരപ്പെടുത്തിയിരിക്കുകയാണ്. പിശാചിൻ്റെ മേൽ സമ്പൂർണ്ണ അധികാരം കർത്താവ് ഒരു ദൈവത്തിൽ നൽകിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ദൈവ പൈതങ്ങൾ ചതിക്കപ്പെട്ടു പോകരുത്, വഞ്ചിക്കപ്പെട്ടു പോകരുത്, ഈ വഞ്ചകൻ്റെ പിടിയിൽ പെട്ടുപോകരുത്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ വിശദീകരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിശയകരമാകുന്ന ഒരു സ്വർഗീയ സ്പർശനത്തെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അയക്കണമേ. ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ അവർ നിറയട്ടെ. പിശാചിൻ്റെ തന്ത്രങ്ങളെ അവർ തകർക്കട്ടെ. പിശാചിൻ്റെ തന്ത്രങ്ങളെ അവർ തകർക്കട്ടെ. പിശാചിൻ്റെ തന്ത്രങ്ങളെ അവർ തകർക്കട്ടെ. അത്ഭുതകരമാകുന്ന ദൈവപ്രവർത്തികൾ പ്രിയപ്പെട്ടവർ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മാനസികമായി തളർന്നിരിക്കുന്നവരുണ്ടെങ്കിൽ, പൈശാചിക ആക്രമണങ്ങളുടെ പരിണിത ഫലമായിട്ട് ഏതെങ്കിലും മേഖലയിൽ ക്ഷതമനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുക. ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുക. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്തിരിക്കുന്നു. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്തിരിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരിക രോഗം അനുഭവിക്കുന്നവർ സൗഖ്യമാകട്ടെ. രോഗാത്മാക്കൾ അവരുടെ ശരീരങ്ങളെ വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിൽ രോഗാത്മാക്കൾ അവരുടെ ശരീരങ്ങളെ വിട്ടുപോകട്ടെ. ആ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരങ്ങളാകുന്നു. ശരീരങ്ങൾ സൗഖ്യമാകട്ടെ. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. ഈ പ്രിയപ്പെട്ടവരെ അടിയൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് കർത്താവെ വഴികളെ തുറന്നു കൊടുക്കണമേ. യാത്രകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർക്ക് വേണ്ടി അത്ഭുതകരമായി അങ്ങ് പ്രവർത്തിക്കണമേ. യേശുവിൻ നാമത്തിൽ ജീവിതത്തിൽ ഏതെങ്കിലും സംഘർഷങ്ങളെ നേരിടുന്നവർ ഇപ്പോൾ സ്വതന്ത്രരായി തീരട്ടെ. സമാധാനം കൊണ്ട് അവരുടെ ഹൃദയം നിറയട്ടെ. സന്തോഷത്താൽ അവരെ നിറയ്ക്കണമേ. അങ്ങ് അത്ഭുതങ്ങൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ഈ പ്രക്ഷേപണം കാണുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ സന്ദേശം മറ്റുള്ളവരുമായി തീർച്ചയായിട്ടും പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.